ഹലോ, ഇന്നൊരു ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ്റെ കഥ പറയാട്ടോ. ഞങ്ങൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അതൊരിക്കലും ആനിവേഴ്സറി ഡേറ്റും ബർത്ത് ഡേറ്റും ഒന്നും ആയിരിക്കില്ല. നവംബർ 14 ശിശുദിനം. അതെ, അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഞങ്ങളുടെ ഓരോ ദിവസങ്ങളെയും ഏറ്റവും കളർഫുള്ളായി മാറ്റുന്ന ഞങ്ങളുടെ മക്കൾക്ക് എന്താണ് സമ്മാനമായി കൊടുക്കുക എന്നൊരു ആങ്സൈറ്റിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് ആ ഒരാഴ്ച മുഴുവൻ. പക്ഷേ ഓരോ സ്കൂൾസിൻ്റെയും റൂൾസും റെഗുലേഷൻസും പോളിസീസും ഒക്കെ കാരണം അതെപ്പോഴും ചെന്ന് അവസാനിക്കുന്നത് ചാർട്ട് പേപ്പർ കൊണ്ടുള്ളൊരു കാർഡിലും പെന്നിലും പെൻസിലും പിന്നെ ഒരു ചോക്ലേറ്റിലും ഒക്കെ ആയി പോകാറുണ്ട്. പക്ഷെ മക്കളെ, അതിന് വേണ്ടിയിട്ട് ഞങ്ങളെടുക്കുന്നൊരു എഫേർട്ട് ഉണ്ട് കേട്ടോ. BEdന് പോലും നേരാവണ്ണം ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനറിയാത്ത ഞങ്ങളൊക്കെ സമയവും നേരവും കാലവും ഒന്നും നോക്കാതെ ഫാമിലി മെമ്പേഴ്സിനെ മൊത്തം പിടിച്ചിരുത്തി ഈ ഒരു കാര്യം ചെയ്യുന്നതേ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, സ്നേഹം കൊണ്ട് മാത്രമാണ്. ഞാൻ ഈ ഒരു കാർഡ് പ്രിപ്പറേഷനുമായിട്ടിരുന്ന സമയത്തെ എൻ്റെ 4 വർഷത്തെ ടീച്ചിങ് ജീവിതത്തെക്കുറിച്ചിട്ട് ഇങ്ങനെയൊന്ന് ചിന്തിക്കുകയായിരുന്നു. അതിൽ കഴിഞ്ഞ വർഷം എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ പടുകുഴിയിൽ നിന്നപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പ്രേരിപ്പിച്ചത്, മുന്നോട്ട് പോകാനും പൊരുതാനുമൊക്കെ പ്രചോദനം നൽകിയത് എൻ്റെ മക്കൾ തന്നെയാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും അത് തന്നെയാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും, കരഞ്ഞ് പിഴിഞ്ഞ് വയ്യാണ്ടിരിക്കുകയാണെങ്കിലും, പീരീഡ്സിൽ വയറുവേദന എടുത്ത് പണ്ടാരടങ്ങിയിരിക്കുകയാണെങ്കിലും, ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പം പിന്നെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഉള്ള വേറൊരു ലോകമാണത്. പിന്നെ എക്കണോമിക്സായി, ആഡം സ്മിത്തായി, ലോ ഓഫ് ഡിമാൻഡായി, GDPയും നാഷണൽ ഇൻകവും മണി മൾട്ടിപ്ലയറും ഒക്കെ ആയിട്ട് പിന്നെ ഞങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു ലോകമാണ്. മക്കളെ, നിങ്ങളോട് ഞങ്ങൾ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കാർഡും ഡാൻസും പാട്ടും ഹാലോവീനും ഒക്കെ ആയിട്ട് ഒരു നല്ല ദിവസം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഗെയിംസിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്? അവരെങ്ങനെയാണ് നിങ്ങളെ ഇൻസ്പയർ ചെയ്തതെന്ന്. ഓരോ മക്കളുടെയും ആ ഒരു ഉത്തരങ്ങൾ കേട്ടപ്പോൾ അത് എനിക്ക് നൽകിയ ഒരുപാട് വലിയ പാഠങ്ങളുണ്ട്. ഒരു അധ്യാപിക എങ്ങനെ ആവണം, അല്ലെങ്കിൽ ആ ഒരു അധ്യാപികയ്ക്ക് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയ സ്ഥാനമുണ്ട് എന്നൊക്കെ. അപ്പോൾ ബാല്യത്തിൻ്റെ ഈ ഒരു നൈർമല്യതയും നിഷ്കളങ്കതയും ഒക്കെ ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കുക. EMIയും ഡ്യൂ ഡേറ്റും റെസ്പോൺസിബിലിറ്റീസും ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒന്നുമില്ലാത്ത ഈ ഒരു കാലഘട്ടത്തെ മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോഴേ മക്കളോട് മാത്രമല്ല, ഈ ഒരു നിഷ്കളങ്കതയും നന്മയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞ് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും. ആ എല്ലാ മനുഷ്യർക്കും ശിശുദിനാശംസകൾ.